നാട്യശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിചാരമുണ്ട്, അതിൽ നൃത്തത്തെ കുറിച്ചുള്ള മാത്രമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് കുറച്ചു പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ട്. നൃത്തം മാത്രമാണ്, നൃത്തത്തിന്റെ മുദ്രകള് അത് മാത്രമാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഇതിലെ നൃത്തം മാത്രമല്ല, നാടകമുണ്ട്, അതുപോലെ സംഗീതമുണ്ട്, രസമുണ്ട്, അലങ്കാരം, അഭിനയം തുടങ്ങിയ സകല കലകളുടെയും ഒരു ഉത്തമ ലക്ഷണ ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. നാടകം, സംഗീതം, രസം, അലങ്കാരം, അഭിനയം തുടങ്ങിയ സകല കലകളുടെയും ഉത്തമ ലക്ഷണ ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. അത് ഭരതമുനി പറയുന്നുണ്ട് നാട്യശാസ്ത്രത്തെ കുറിച്ചിട്ട്. അദ്ദേഹം ഒരു ശ്ലോക രൂപേണ പറയാണ്: നദജ്ഞാനം ന തച്ഛില്പം ന സാവിദ്യ ന സകല ന സംയോഗോ ന തത്കർമ്മ നാട്യോസ്മിൻ യൻ ന ദൃശ്യതേ. ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കാത്ത യാതൊരുവിധ ജ്ഞാനമോ അതുപോലെ യാതൊരുവിധ ശില്പമോ വിദ്യയോ കലയോ യോഗമോ കർമ്മമോ ഇല്ലെന്നാണ് ഇതിനർത്ഥം. അപ്പോ നാട്യശാസ്ത്രം അപ്പൊ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നാട്യശാസ്ത്രം എന്ന ഗ്രന്ഥം. അതിൽ പ്രതിപാദിക്കാത്ത യാതൊരുവിധ ജ്ഞാനമോ അല്ലെങ്കിൽ ശില്പമോ വിദ്യയോ കലയോ യോഗമോ കർമ്മമോ ഇല്ലെന്നാണ് ഭരതമുനി തന്നെ പറയുന്നത്. അപ്പൊ ലോകത്തില് തന്നെ ലഭ്യമായതിൽ വെച്ചിട്ട് ഏറ്റവും പ്രാചീനമായ സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥം തന്നെയാണ് നാട്യശാസ്ത്രം. ലോകത്തിൽ ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. നാട്യശാസ്ത്രത്തിന് നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. നാട്യശാസ്ത്രത്തിന്റെ മറ്റൊരു പേര് ഷഡ്സാഹസ്രി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോ ഈ നാട്യശാസ്ത്രം രചിച്ചിരിക്കുന്നത് ആത്രേയാദി മുനിയുടെ അഭ്യർത്ഥന പ്രകാരം ആത്രേയ മുനിയുടെ അഭ്യർത്ഥന പ്രകാരം ഭരതമുനി പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നാട്യശാസ്ത്രം എഴുതിയിട്ടുള്ളത്. അപ്പൊ നാട്യശാസ്ത്രം എഴുതിയിട്ടുള്ളത് കേൾക്കാലോ അല്ലേ? കേൾക്കാവോ? കേൾക്കാം. ആത്രേയാദി മുനികളുടെ അഭ്യർത്ഥന പ്രകാരം ഭരതമുനി പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നാട്യശാസ്ത്രം എഴുതിയിട്ടുള്ളത്. അപ്പൊ സംസ്കൃതത്തില് ദൃശ്യ ശ്രാവ്യ നിരൂപണവും അതുപോലെ അതിന് സമാന്തരമായിട്ടാണ് ആദ്യഘട്ടത്തിൽ വളർന്നു വന്നത്. അപ്പൊ ദൃശ്യകാവ്യ നിരൂപണങ്ങളില് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം എന്ന് പറയുന്നത് നാട്യശാസ്ത്രമാണ്. ദൃശ്യശ്രാവ്യ നിരൂപണങ്ങളില് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം എന്ന് പറയുന്നത് നാട്യശാസ്ത്രമാണ്. നാട്യകലയെക്കുറിച്ചും നാനാവശങ്ങളെക്കുറിച്ചും രചിക്കപ്പെട്ടിട്ടുള്ള മഹത്വവും ബൃഹത്വവുമായ ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. അപ്പൊ നാട്യവിദ്യയെ സംബന്ധിച്ച് നാട്യവിദ്യയെ സംബന്ധിച്ച് ഭാരതീയർക്ക് ആദ്യമായി കിട്ടിയ മഹത്തരമായ ഒരു ഗ്രന്ഥമാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം. ഈ നാട്യശാസ്ത്രം തർജ്ജമ ചെയ്തത് ആരാണെന്ന് നമുക്കറിയാം. പ്രൊഫസർ കെ.പി. നാരായണ പിഷാരടി. ആരാണ് തർജ്ജമ ചെയ്തത്? കെ.പി. നാരായണ പിഷാരടി. ഇതില് നൃത്തം, ഗീതം, അഭിനയം എന്നീ 3 കലകളെ കുറിച്ചാണ് നാട്യശാസ്ത്രത്തില് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. അപ്പൊ നാട്യശാസ്ത്രത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് നൃത്തമുണ്ട്, ഗീതം, അഭിനയം. നൃത്തം, ഗീതം, അഭിനയം എന്നീ 3 കലകളെ കുറിച്ചാണ് നാട്യശാസ്ത്രം പ്രധാനമായും പ്രതിപാദിക്കുന്നത്. ഇനി അതിന്റെ ചരിത്രത്തെ പറ്റി പല അഭിപ്രായങ്ങളും പല കഥകളും പറയുന്നുണ്ട്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപ് ഭരതമുനി രചിച്ചതാണെന്ന് പറയപ്പെടുന്നു. എന്ന് വെച്ചാല് രാമായണത്തിനും ഇതിഹാസങ്ങളായ രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും മുൻപ് അന്ന് മതങ്ങളൊന്നും മനുഷ്യൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വേദങ്ങളെ പോലെ നാട്യശാസ്ത്രവും ഒരു പ്രത്യേക മതത്തിന്റെ എന്ന് പറയാൻ സാധിക്കില്ല.
കർമ്മങ്ങളിൽ മുഴുകി ക്ഷീണിതരായി തീർന്ന മനുഷ്യർക്ക് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് അവരുടെ ഉന്മേഷം പഴയതുപോലെ കൊണ്ടുവരുന്നതിനായി നടരാജ ഭഗവാൻ ശിവന്റെ സഹായത്താൽ നിർമ്മിച്ചതാണ് നാട്യശാസ്ത്രം എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ നാട്യശാസ്ത്രത്തെ പറ്റിയിട്ട് പല കഥകളുമാണ് പറഞ്ഞു വരുന്നത്. അപ്പോ ഇതിലെ ഈ നാട്യശാസ്ത്രത്തിലെ നിയമങ്ങള് അവതരിപ്പിക്കുന്നവരുടെ വസ്ത്രധാരണയെ പറ്റിയും അതുപോലെ വസ്ത്രധാരണ രീതിയെ പറ്റിയും വാദ്യോപകരണങ്ങളെ പറ്റിയും അവതരിപ്പിക്കുന്ന അരങ്ങിനെ പറ്റിയും കൃത്യമായി ഇതില് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് കലയുടെ എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും മഹത്തരമായ പ്രാചീനമായ സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥം അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തെ കലയുടെ ആധികാരിക ഗ്രന്ഥം എന്നൊക്കെ പറയുന്നത്. പറഞ്ഞു നൃത്തം, നൃത്യം, നാട്യം എന്നിങ്ങനെ മൂന്നായിട്ട് ദൃശ്യകലകളെ മൂന്നായിട്ടാണ് ഇതില് താളത്തിനൊത്ത് അംഗചലനങ്ങൾ നടത്തുന്നത് നൃത്തമാണ്. നൃത്തത്തോട് ചേർന്ന് അഭിനയം ഉണ്ടായാൽ അത് നൃത്യമാകും. നൃത്തം, നൃത്യം എന്നിവയുടെ ഒരു കഥ അവതരിപ്പിക്കുന്നതാണ് നാട്യമെന്നും പറയാം. അപ്പൊ നൃത്തം, നൃത്യം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് നാട്യമെന്നും പറയുന്നുണ്ട് നാട്യശാസ്ത്രത്തില്. ഇപ്പോ പണ്ട് ഇന്ത്യയില് നാടകകലയ്ക്ക് അത്ര സമുന്നതമായ സ്ഥാനം ഉണ്ടായിരുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അരങ്ങിനെ പറ്റിയും അതുപോലെ അണിയറയെ പറ്റിയും നാടക അവതരണത്തിന്റെ വിവിധ വശങ്ങളെ പറ്റിയും വിശദമായി ചർച്ച ചെയ്യാണ് ഈ ഗ്രന്ഥത്തിലെ രസപ്രകരണം എന്ന ഭാഗത്ത്.